Yesterday we discussed about Ganga river basin, isn't it? Ano? Ganga river basin. Who will say about Ganga river basin? Who will say some points about Ganga river basin? Who is ready? Kriba, are you ready? Kriba Mary Abraham, are you ready to say some sentences about Ganga river basin? No, why? Why? എന്തുകൊണ്ട് പറ്റില്ല? Who is ready? ആരാ പറയാ? ഗംഗ റിവർ ബേസിനെ കുറിച്ച് 2-3 സെന്റൻസ് ആര് പറയും? നമ്മൾ എന്തൊക്കെ പഠിച്ചു അതില്? ആര് പറയും? കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? ആരാ പറയാ? സൂര്യദേവ്. എന്തൊക്കെ പഠിച്ചു? അൺമ്യൂട്ട് ചെയ്തേ. എന്തൊക്കെയാ പഠിച്ചേ കഴിഞ്ഞ ദിവസം? The east of the Satluj basin lies Ganga river basin. പഠിച്ചോ? പിന്നെ അതിൽ എന്താ പഠിച്ചേ? River Ganga originates from Gangotri and Yamuna originates from Yamunotri. അല്ലേ? വേറെയോ? പിന്നെന്ത് പഠിച്ചു? വേറെ? Ganga and Yamuna joins at Allahabad. അല്ലേ? In West Bengal. Ganga divides two branches such as Hooghly and Patma. അല്ലേ? Hooghly flows through West Bengal and Patma flows through Bangladesh. പഠിച്ചോ? ഇനി മറക്കരുതേ. Okay. Next one, Brahmaputra river basin. All of you listen. I will read. Brahmaputra river basin lies to the east of the Ganga basin. The Brahmaputra river originates in Tibet, where it is called the Sangpo. It enters India through Arunachal Pradesh and then flows through Assam before entering into Bangladesh. എന്താ പറഞ്ഞേ? ബ്രഹ്മപുത്ര basin lies to the east of the Ganga basin. അതായത് നമ്മൾ പറഞ്ഞു Ganga river basin east of the Satluj. അല്ലേ? East of the Satluj Ganga river basin. അല്ലേ? Then east of the Ganga river basin, that is Brahmaputra river basin. അതായത് സത്ലജിന്റെ ഈസ്റ്റ് ഭാഗത്താണ് ഗംഗാ റിവർ ബേസിൻ ഉള്ളത്. ഗംഗാ റിവർ ബേസിന്റെ ഈസ്റ്റ് ഭാഗത്താണ് ഏതുള്ളത്? ബ്രഹ്മപുത്ര റിവർ ബേസിൻ ഉള്ളത്. പിന്നെ ദ ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ്സ് ഇൻ ടിബറ്റ്. ടിബറ്റിൽ നിന്നാണ് ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്, തുടങ്ങുന്നത്. Where it is called Sangpo. എവിടെ നിന്നാണത്? സാങ്പോ. ടിബറ്റിലെ സാങ്പോ. It enters India through Arunachal Pradesh and then flows through Assam. അതായത് എയിലൂടെയാ ഇന്ത്യയിലേക്ക് എത്തുക? അരുണാചൽ പ്രദേശിലെ വന്ന് ത്രൂ ആസാം, ആസാമിലൂടെ ഒഴുകി എവിടെ എത്തുന്നതിന് മുമ്പ്? ബംഗ്ലാദേശിൽ എത്തുന്നതിന് മുമ്പ് ഒഴുകി അരുണാചൽ പ്രദേശിൽ വരുന്നു, എന്നിട്ട് ആസാമിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ എത്തുന്നു. അല്ലേ? യെസ്. Then നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്ര റിവർ ലൈസ് ടു ദ ഈസ്റ്റ് ഓഫ് Ganga river basin. Brahmaputra river originate in Tibet, where it is called Sangpo. It enters India through Arunachal Pradesh and then flows through Assam. അതായത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന അരുണാചൽ പ്രദേശിലൂടെയാണ്, എന്നിട്ട് അത് ആസാമിലൂടെ ഒഴുകുന്നു ബംഗ്ലാദേശിൽ എത്തുന്നതിന് മുമ്പ്. അല്ലെ? ആസാമിലൂടെ ഒഴുകിയിട്ടാണ് എവിടെ എത്തുന്നത്? ബംഗ്ലാദേശിലെ. അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിലെത്തി അത് ആസാമിലൂടെ ഒഴുകി ബംഗ്ലാദേശിലെത്തുന്നു. ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ്. River Brahmaputra has made Assam very fertile. The Brahmaputra basin is very narrow. Heavy rainfall occur here. This causes the river to overflow its banks during the monsoon season. The main crops grown here are rice and jute. നോക്കുക. River Brahmaputra has made Assam very fertile. നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? The mixture of sand, pebbles and silt are known as alluvium. പഠിച്ചോ? ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ല alluvium എന്താന്ന്? എന്തായിരുന്നു alluvium? The mixture of sand, silt and pebbles. അല്ലേ? ഈ മിക്സ്ചർ എന്ത് ചെയ്യും? During the rainy season, rivers are overflowing. Then they carrying
these mixture and leave behind on their banks. അല്ലെ? This is known as alluvium soil. Alluvial soil. അതായത് പെബിൾസും സാൻഡും സിൽറ്റും കൂടി ചേർന്ന മിശ്രിതത്തെ നമ്മൾ പറയുന്നത് അലൂവിയം എന്നാണ്. ഈ അലൂവിയം മഴക്കാലങ്ങളിൽ നദി കരകവിഞ്ഞ് ഒഴുകുമ്പോ എന്ത് സംഭവിക്കും? അതിന്റെ ബാങ്ക്സിൽ, തീരങ്ങളിൽ അതുകൊണ്ട് ഇട്ടിട്ട് പോകും. അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ കൃഷി നടത്തിയാൽ എന്ത് ചെയ്യും? അവിടെ നല്ല വിളവെടുപ്പ് ലഭിക്കും. അല്ലെ? അങ്ങനെയാണ് ഈ പ്ലെയിൻസിലുള്ള ഏരിയാസിനെ ഫെർട്ടൈൽ ആക്കുന്നത്. മനസ്സിലായോ? റിവേഴ്സ് അങ്ങനെയാണ് ഈ ഏരിയയിലുള്ള ലാൻഡിനെ ഫെർട്ടൈൽ ആക്കുന്നത്, വളക്കൂറുള്ളതാക്കി മാറ്റുന്നത്. Then the Brahmaputra basin is narrow. അതായത് ബ്രഹ്മപുത്ര ബേസിൻ എന്ന് പറയുന്നത് നാരോ ആണ്, ഇടുങ്ങിയതാണ്, വലുതല്ല. Heavy rainfall occurs here. ഇവിടെ നന്നായി മഴ ലഭിക്കുന്ന സ്ഥലമാണ്. This causes the river to overflow its banks during the monsoon season. അതായത് നന്നായി during മൺസൂൺ സീസൺ, നന്നായി മഴ ലഭിക്കുന്ന സമയത്ത് നദികൾ ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ ഈ അലൂവിയം ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ കരകളിൽ നിക്ഷേപിക്കും. അങ്ങനെ ഇവിടെ ഈ മണ്ണിനെ വളരെ ഫെർട്ടൈൽ ആക്കി മാറ്റുന്ന പറഞ്ഞത്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. റിവർ ബ്രഹ്മപുത്ര ഹാസ് മെയ്ഡ് ആസാം ഫെർട്ടൈൽ. എങ്ങനെയാണ് ഫെർട്ടൈൽ ആക്കുക? These rivers carrying alluvial soil and leave behind on their banks. Thus, the land is fertile. Okay? Yes. Then, main crops in Brahmaputra river basin are rice and jute. Rice and jute are the main crops in Brahmaputra river basin. അതായത് ബ്രഹ്മപുത്ര റിവർ ബേസിനിലെ മെയിൻ ആയ രണ്ട് ക്രോപ്സ് ആണ് ഏത്? ജൂട്ട് ആൻഡ് റൈസ്. Okay, jute and rice are the two main crops in Brahmaputra river basin. Tea is grown on lower slopes of the hills. അതായത് ഹില്ലിന്റെ അടിവശത്ത് എന്തും കൂടെ വളരും? തേയില കൃഷി. ചായപ്പൊടിയില്ലേ, അതിന്റെ തേയില കൃഷി കൂടെ നടക്കുന്നുണ്ട്. പെട്രോളിയം ഈസ് ഫൗണ്ട് ഇൻ ആസാം. ആസാമില്, ഈ ബ്രഹ്മപുത്ര റിവർ ബേസിനിലെ ആസാമില് പെട്രോളിയം കൂടെ കാണപ്പെടാം. അവിടെ നിന്നാണ് പെട്രോളിയം എടുക്കുന്നത്. ഓക്കെ. Next paragraph. Many food crops are grown in the northern plains. Thus, this region is called the food bowl of India. It is also one of the most thickly populated areas of the world. എന്താ പറഞ്ഞത്? ഇവിടെ ഒരുപാട് ക്രോപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ പ്ലെയിൻസിലൊക്കെ ഡിഫറെന്റ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ്. അല്ലെ? ഡിഫറെന്റ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് ദർ. Jute and rice are the main crops in Brahmaputra river basin. Many food crops are grown in the northern plains. അല്ലെ? Different crops are wheat, rice, jute, sugarcane, pulses, oil seeds, etc. are the different crops in northern plains. അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ക്രോപ്സ് ഇവിടെ വിളവെടുക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഒരു പേര് പറയും. എന്താണ് നോർത്തേൺ പ്ലെയിൻസിനെ പറയുന്ന പേരെന്താ? ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ. All of you say loudly. ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ. പറഞ്ഞേ, എന്താ പറയാ? ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? നോർത്തേൺ പ്ലെയിൻസിനെ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ? നോർത്തേൺ പ്ലെയിൻസ് ആർ നോൺ ആസ് ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാ? അതായത് മെനി ഫുഡ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ്. Thus, this region is known as food bowl of India. Okay. Iron and steel industries, leather and cement factories, paper and jute mills are located here. Delhi, Kanpur and Kolkata are some of the major industrial towns. A large network of roads and railways has been developed in this region to transport agricultural and industrial goods from one state to another. എന്താ പറഞ്ഞേ? Iron and steel industries, iron and steel industries, leather and cement factories, paper and jute mills are located here. Iron and steel, ഇരുമ്പും അയണും ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി വ്യാപാരം, അവിടെ വ്യാപാരം നടക്കുന്നുണ്ട്. ഇതിന്റെ അയണിന്റെയും സ്റ്റീലിന്റെയും. Leather and cement factories, leather and cement factories also located there. Okay. Then paper and jute mills. Different kinds of industries are developed there. Which are the types of industries? ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആ? ഏതൊക്കെ ഇൻഡസ്ട്രീസ് അവിടെ ഉള്ളത്? Iron and steel industries, cement and leather factories, paper and jute mills. ഇതൊക്കെ നടക്കുന്ന മെയിൻ ടൗൺസ് ഏതാണെന്നറിയോ? ഈ വ്യാപാരങ്ങളൊക്കെ നടക്കുന്ന മെയിൻ ടൗൺസ് ഇൻ നോർത്തേൺ പ്ലെയിൻസ് അലോങ് ബ്രഹ്മപുത്ര റിവർ ബേസിൻ ഏതൊക്കെയാ?
Delhi, Kanpur and Kolkata. Delhi, Kanpur and Kolkata are the major towns, major industrial towns in northern plains. Clear? Steel and iron and steel industries, then leather and cement factories, jute and paper mills are also worked there. Then these are related with the different towns. Which are the different industrial towns in northern plains? Kanpur, Delhi and Kolkata. Okay. A large network of roads and railways has been developed in this region. അതായത് ഇവിടെ നല്ല റോഡുകളും വഴികളൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? To transport agriculture and industrial goods from one state to another. നല്ല റോഡും നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഇവരുണ്ടാക്കിയ ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? റോഡ്സ് ആർ വെരി ഗുഡ് ഇൻ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ആർ വെരി ഗുഡ് ഇൻ this region, so industrial goods are carrying from one state to another is very easy. Okay. മനസ്സിലായോ? കൃപാമേരി, ക്രിസ്റ്റി സിൻഡോ, മുഹമ്മദ് ഷംവീൽ, ആൻഡ്രോസ്, എബിൻ ബിജു, ദേവാഞ്ജന, സെബ, ആഷിൻ, മുഹമ്മദ് നിഹാൽ, ആദിദേവ്, സൂര്യദേവ്. Are you okay? Are you okay? Yes. Then I will repeat once more. All of you listen me. Today we are studying about Brahmaputra river basin. Brahmaputra river basin lies to the east of Ganga river basin. Then Brahmaputra river originates in Tibet, where it is called Sangpo. Tibet-le Sangpo. Okay. Yes. This Brahmaputra enters India through Arunachal Pradesh and flows through Assam before entering Bangladesh. ബംഗ്ലാദേശിലേക്ക് എത്തുന്നതിന് മുമ്പ് അരുണാചൽ പ്രദേശിലെ വന്ന് ആസാമിലെ ഒഴുകി, അരുണാചൽ പ്രദേശിലെത്തി ആസാമിലെ ഒഴുകിയിട്ടാണ് ഇവിടെ എത്തുന്നത്, ബംഗ്ലാദേശിൽ എത്തുന്നത്. പറഞ്ഞു നമ്മള് ബ്രഹ്മപുത്ര river basin is very fertile. This land is very fertile because these rivers carrying alluvium through this water and deposited on their banks. Thus this land become very fertile. Okay. അങ്ങനെയാണ് ഈ റിവർ ഉള്ള ഏരിയസിലെ ലാൻഡ് വളക്കൂറുള്ളതായി മാറുന്നത്. ഓക്കെ. പിന്നെ പറഞ്ഞത് എന്താണ്? Main crops in Brahmaputra river basin are jute and rice. Jute and rice are the two main crops in Brahmaputra river basin. Okay. Kriba, what are you doing there? Yes, Ashin, listen. പിന്നെ പറഞ്ഞു നമ്മൾ എന്താണ്? Rice and jute are the main crops in Brahmaputra river basin. Then tea is also grown. Tea is also grown there in lower slopes of the hills. Okay. Tea is also grown there in lower slopes of hills. Okay. പിന്നെ പറഞ്ഞെന്താണ്? നമ്മൾ പറഞ്ഞു different crops are grown in northern plains. Different food crops are grown in northern plains. So these northern plains are known as food bowl of India. Okay. Northern plains are known as food bowl of India. Why? എന്തുകൊണ്ടാണ് നോർത്തേൺ പ്ലെയിൻസിനെ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? All of you say loudly. Many food crops are grown in the northern plains. Many food crops are grown in the northern plains. So these northern plains are known as food bowl of India. All of you say loudly with me. Northern plains are known as food bowl of India. Why? എന്തുകൊണ്ടാ? Many food crops are grown in northern plains. So northern plains are known as food bowl of India. പിന്നെ നമ്മൾ പറഞ്ഞു iron and steel industry, leather and cement factories, jute and paper mills are located there. Then these industries related with the three towns, Kolkata, Delhi and Kanpur. Kolkata, Delhi and Kanpur are the major industrial towns in this basin. പിന്നെ പറഞ്ഞു large networks and transport
facility is there. So industrial production is very developed. Okay. അതുകൊണ്ട് റോഡൊക്കെ നല്ലതായതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഈ ഇൻഡസ്ട്രി കൊണ്ടുപോകാൻ, അതായത് ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇവിടെ ഉണ്ടാക്കിയ സാധനം മറ്റൊരു സംസ്ഥാനത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈസിയാണ്, കാരണം അവിടെ നല്ല റോഡും ട്രാൻസ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, all of you please read the Brahmaputra river basin. Andros, please read. Ebin Biju. മോളെ സെബ ഇത് ഏത് പേരാരുടെയായിരുന്നു ചേർത്തത്? ചേച്ചിയുടെയാ? പേര് മാറ്റണം കേട്ടോ. നെക്സ്റ്റ് ഡേ പ്ലീസ് എൻ്റർ യുവർ നെയിം ബിഫോർ എൻ്ററിങ് ദ ക്ലാസ്. ഓക്കെ. ക്രിസ്റ്റി വായിച്ചേ മോനെ. Nihal finished? Aicha? Yes. Muhammad Nihal finished. Ashin finished? Ashin? Yes. Shambil? Yes. Then Ebin Biju finished. Then Andros? Kruba Mary? Finished? Okay. All of you stop reading. Then fill in the blanks. The northern plains stretches from dash in the west to dash in the east. Northern plains evidam thottu evidam varaya? Who is ready to say the answer? Northern plains stretches from dash in the east to dash in the west. Answer എന്താ? Muhammad Nihale, please unmute. പറഞ്ഞേ. Fill in the blanks. Fill in the blanks. First one. Okay. Nihale, wait. Suryadeve, say the answer. Yes, unmute. The northern plains stretches dash in the west to dash in the east. Say the answer. Adidev. Punjab in the east. Punjab in the west to Assam. Assam in the east. All of you please write down.
Punjab in the west. Punjab. Punjab. All of you please write down. Punjab in the west to Assam in the east. Punjab in the west to Assam in the east. Okay. Punjab in the east to in the west to Assam in Punjab in the west to Assam in the east. Okay. Yes. Second one, river dash is a tributary of Satluj. Satluj in the tributary perada. Then all of you take page number 177. Take 177. Page number 177. The Satluj river basin kando. Adili last kando. Last sentence. The bees flows through this plain. Kando. Yes, that is the tributary of Satluj. Write down river Beas. B-E-A-S. B-E-A-S. A tributary of river Satluj. B-E-A-S. Beas. First one, Punjab in the west to Assam in the east. Second one, Beas. B-E-A-S. Okay? Yes. Okay. Then listen. Third one, the two branches of river Ganga are called the dash and the dash. We studied river Ganga divided into two branches in West Bengal. In West Bengal, Ganga divided into two branches. Which are the two branches? Christy Varno? Yes. Unmute. Unmute. Yes. Hooghly and Patma. Hooghly and Patma. Hooghly and Patma. Yes, very good. All of you please write down. H capital, Hooghly in H capital, Patma P in capital anita. A name starts with a capital letter. Name, place and etc. Starts with a capital letter. പേരും സ്ഥലത്തിന്റെ പേര് ഒരാളുടെ പേര് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. സോ ഹൂഗ്ലിന്റെ H ക്യാപിറ്റൽ, പത്മേന്റെ P ക്യാപിറ്റൽ. Okay, Patma and Hooghly. Patma and Hooghly are the two branches of Ganga river. Okay. Yes. Then fourth one, river Brahmaputra enters India through dash. River Brahmaputra enters through dash. River Brahmaputra enters India through dash. Ediludi ettunnathu? Arunachal Pradesh. All of you please write down. Arunachal Pradesh. River Brahmaputra enters India through Arunachal Pradesh. A capital. Arunachal Pradesh. A-R-U-N-A-C-H-A-L. Arunachal Pradesh. P-R-A-D-E-S-H. Arunachal Pradesh. Okay. River Brahmaputra enters India through Arunachal Pradesh. Okay. Next one, fifth one. Northern plains are called the dash bowl of India. Northern plains are called dash. Yes. Parno Nihale. Yes. The northern plains are called the food bowl of India. Very good. Food bowl of India. F-O-O-D. Food. Yes. Ebin Biju, please wait. I will give a chance. Okay. Okay. Food bowl of India. Next one. True or false? True or false? Write T for true or F for false. The Bakra Dam has built across river Ganga. Bakra Dam built across river Ganga. Ano? Bakra Dam built on the Satluj river alle. Satluj nadiyilale Bakra Dam പണിതിരിക്കുന്നത് അല്ലേ? Yes. അപ്പോൾ അത് false ആണോ true ആണോ?
Falls. F. Falls. Bakra Dam built on Satluj River, not in River Ganga. So that is false. F. F. Cheda. F. Okay. Second one, the Ganga joins the Brahmaputra at Allahabad. Gangayum Brahmaputrayum കൂടിച്ചേരുന്ന സ്ഥലം അലഹബാദ് ആണ്. ആ എബിനെ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തവനെ. പറ. ഫാൾസ്. എന്തുകൊണ്ടാ ഫാൾസ് എന്ന് പറയാൻ കാരണം? ബ്രഹ്മപുത്രയും ഗംഗയാണ് അലഹബാദിൽ വെച്ച് ചേരുന്നത്. യമുനയും ഗംഗയും ആണല്ലേ. യമുന ആൻഡ് ഗംഗ ജോയിൻസ് അറ്റ് അലഹബാദ്, നോട്ട് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. മനസ്സിലായോ? ആൻസർ ഫാൾസ്. ആൻസർ ഫാൾസ്. ഗംഗയും ബ്രഹ്മപുത്രയും അല്ല അലഹബാദിൽ വെച്ച് ചേരുന്നത്, ഗംഗയും യമുനയും ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, തേർഡ് വൺ. The Ganga Brahmaputra delta is the largest delta in the world. Ganga Brahmaputra delta ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണെന്നാ പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ? ആഷിനെ, ആഷിൻ പ്ലീസ് അൺമ്യൂട്ട്. ശരിയാണോ മോനെ? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ is the largest delta in the world. ട്രൂ. ഗംഗ കണ്ടോ, പേജ് നമ്പർ 179 പറയുന്നത് the Ganga and Brahmaputra rivers from the largest delta of the world. അപ്പം that is true. T. True. Next one, river Brahmaputra is called Sangpo in Tibet. River Brahmaputra is called Sangpo in Tibet. True. True. River Brahmaputra is called Sangpo in Tibet. True. True. Very good. True. Next one. Kanpur is an industrial town. Kanpur എന്നത് ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ആണെന്ന് നമ്മൾ പഠിച്ചു. There are 3 industrial towns in Brahmaputra river basin അല്ലേ? കൊൽക്കത്ത, ഡൽഹി and Kanpur. അപ്പം Kanpur is an industrial town. That is true. 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 Okay. Then next one, answer these questions. ഇനി ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. മനസ്സിലായോ? സെബയുടെ അനിയത്തിയുടെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്ത മോളെ. മസ്ലോവ. മസ്ലോവ. ഇനി പേര് ആഡ് ചെയ്യണം കേട്ടോ, ഇല്ല ഞാൻ മറന്നു പോകും. മോൾക്ക് കിട്ടിയ ആൻസർ ഒക്കെ കിട്ടിയോ? fill in the blanks true or false കിട്ടിയോ? കിട്ടി. ഓക്കെ. Then next one, answer these questions. I will give the answers of the question after this class. Okay, after this class I will send the question answers. Okay. Any doubt? Anybody have any doubt? No. Anybody have any doubt? If you have, please ask me now. ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. Anybody have any doubt? Ebin is okay, no doubt. Okay, Ebin understood everything in this lesson. Okay, very good. Then next one. മനസ്സിലായവരെ? ഡൗട്ട് ഒന്നും ഇല്ലാത്തവരെ എല്ലാം ദേവാഞ്ജന, മസ്ലോവ, ക്രിസ്റ്റി, കൃപ, ആഷിൻ, ആദിദേവ്. ഓക്കെ. Yes, Andros. I think you have understood. So our second lesson is over. Then question answer I will give after this class. അപ്പം 2 ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? നന്നായി പഠിക്കാം. പഠിക്കൂലേ?
Then we have 6 minutes more. Who will read the lesson loudly? Who will read the lesson loudly? ആര് വായിക്കും ഒച്ചത്തില്? ആര്? എബിൻ. എബിനെ വായിച്ചോ. Ebin is ready to read. Okay, Ebin. Life in the plants. Life in the plains. Mone, life in the plains nanu ട്ടോ. Life in the plains. PLAINS. Life in the plains. The northern plains in a large area of flat, fertile land which lie to the south of the Himalayas. It stretches from Pebbles, Punjab in the west to Assam in the east. It is bordered in the west of becomes narrow in the many big rivers like Okay, Ebin Biju, please stop. Ebin Biju, Mone, please stop. Please stop. Please stop. Ebine ഒന്ന് നിർത്തിയ മോനെ. മതി അടുത്ത് വേറെ ആളെ കൊണ്ട് വായിക്കും. Ebin, please stop. Then next one. Kriba Mary. Okay, Kriba Mary, you can read now. Unmute. Kriba Mary, unmute your phone. Yes. Yes. Please read loudly. The northern plains is a large area of flat, fertile land which lay to the south of the Himalayas. It stretches from Punjab in the west. Stretches from. Kriba Mary, it stretches from. It stretches from Punjab in the west to Assam in the east. It is broad in the west and becomes narrow in the east. Okay, please stop. Kriba Mary, please stop there. Next one, next paragraph, who will read? Ashin. Yes, Ashin. Please read the second paragraph. Many big rivers like Satluj, the Ganga, the Yamuna, and the Brahmaputra flow through the northern plains. These rivers originated in the Himalayas. They carry water throughout the year. They also bring with them large amount of pebbles, sand and silt. The mixture of pebbles, sand and silt is called alluvium. During the rainy season, the river overflows and leaves behind the alluvium. On their banks, this alluvium is very fertile, called alluvium soil. Such a soil supports agriculture. The northern plains can be divided into the three parts: the Satluj River Basin, the Ganga River Basin, and the Brahmaputra River Basin. Okay, please stop. Makale, our time is going to over. We have only 3 minutes more. I think you have no doubt. You are okay. Then our chapter is almost over. After this class, I will give the question answer through WhatsApp. All of you, please check your WhatsApp. Okay. Okay. Please read your lesson carefully to at least 2 or 3 times. Okay. Then study the lesson carefully, complete the notes and send me through WhatsApp. Okay. Tata, bye bye. Bye bye. See you. Okay. Bye bye. Okay. Bye bye.